ഇപ്പോഴുള്ള ബുള്ളറ്റ് പ്രൂഫ് ആഡംബര വാഹനങ്ങളൊന്നും അത്ര പോരത്രേ, അത്ര സുഖം തോന്നുന്നില്ലത്രേ. നല്ല കറുത്ത നിറമുള്ള സൈഡിലേക്ക് നീക്കി തുറക്കുന്ന ഡോറുള്ള വാഹനം തന്നെ വേണം ഇനി. വാഹന അപകടത്തെ തുടർന്ന് യാത്ര ബെൻസിലേക്ക് മാറ്റിയതിന് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ കൊല്ലാക്കൊല ചെയ്ത കൂട്ടരാണ്. കരുണാകരന്റെ ആത്മാവ് പോലും അന്ന് കേട്ട തെറികൾക്ക് ഇന്നും പൊറുത്തിട്ടില്ല ഇവരോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ളതാണ് മുഖ്യന്. അന്നത്തെ കേരള യാത്രയ്ക്ക് എടുത്ത ലിഫ്റ്റുള്ള ബസ് ഇനി കിട്ടില്ല. ബംഗളൂരിലേക്ക് ഡെയിലി ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ KSRTC ജീവനക്കാരുടെ കഞ്ഞികുടി പോലും മുട്ടും. ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇത്ര കണ്ട് ജനദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിന്റെ തലവന് വേണ്ടത് ആളെ പുറത്ത് കാണാത്ത ബുള്ളറ്റ് പ്രൂഫ് വാഹനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇന്ത്യൻ കരസേനയുടെ കവചിത വാഹനത്തിലൊന്ന് KN ബാലഗോപാൽ അനുവദിച്ച ഈ അധിക തുകയ്ക്കുള്ളിൽ നൽകുമെങ്കിൽ അത് ഒന്നോ രണ്ടെണ്ണം വാങ്ങി മുഖ്യമന്ത്രിക്കും അകമ്പടിക്കാർക്കും നൽകണമെന്നാണ് ഒരിത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് അനുവദിക്കുന്നില്ല, ഖജനാവ് കാലിയാണെന്ന് ശത്രുക്കൾ പറഞ്ഞു വരുത്തുകയാണ്. അതൊന്നും സാരമാക്കാതെ നിലവിൽ ഉപയോഗിക്കുന്ന 2 കിയ വാഹനങ്ങൾക്ക് പകരം നമ്മുടെ പിണറായി മുഖ്യമന്ത്രിക്ക് വീണ്ടും പുത്തൻ കാറ് വാങ്ങാൻ 1.1 കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത്. പറയുന്ന കാരണമോ സുരക്ഷാ കാരണങ്ങളാൽ വാഹനങ്ങൾ പുതുക്കുകയാണെന്നാണ്. കേട്ടാൽ തോന്നുന്ന നിരത്തിലൂടെയുള്ള യാത്ര ചെയ്യുന്ന പാവം ജനങ്ങളുടെ സുരക്ഷ ഓർത്തിട്ടാണെന്ന്. കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേടുന്നതിനിടെയാണ് ഈ നീക്കം. 2022 വാങ്ങിയ നിലവിൽ ഉപയോഗിക്കുന്ന കിയ കാർണിവൽ കാറുകൾ പ്രീമിയം നിലവാരത്തിലുള്ളതാണ്. അവയെ ആഡംബര വാഹനങ്ങളായി കണക്കാക്കാറേയില്ല. അപ്പോൾ ഇനി ആഡംബര കാറുകൾ തന്നെ വേണം. 3 വർഷമായി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി പുതുക്കുകയാണെന്നാണ് ന്യായം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഏത് ബ്രാൻഡ് കാറാണ് മുഖ്യമന്ത്രിക്ക് അടുത്തതായി വാങ്ങാൻ പോകുന്നതെന്നും രഹസ്യം. പക്ഷേ നമ്മുടെ മാരുതിയും ടാറ്റയും ടൊയോട്ട ഇന്നോവയും ഒന്നും 7 അയലത്തേക്ക് അടുപ്പിക്കില്ല. വെറും ലോക്കൽ കാറാണത്രേ. ബെൻസ്, BMW, ഓഡി, പോർഷെ, വോൾവോ, പിന്നെ ഏറ്റവും പുറകിലായി മഹീന്ദ്ര, കിയ കാറുകളുടെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ വരിവരിയെ നിൽക്കുകയാണ് തങ്ങളുടെ ആഡംബര കാർ വാങ്ങിപ്പിക്കാനായിട്ട്. 2022 ഇവ വാങ്ങുമ്പോൾ 33 ലക്ഷം രൂപയായിരുന്നു കിയ കാറുകളുടെ ഷോറൂം വില. ഈ കാർ മുമ്പ് മുഖ്യമന്ത്രിയും സംഘവും ഉപയോഗിച്ചിരുന്നത് ടാറ്റ ഹാരിയർ, ഇന്നോവ ക്രിസ്റ്റ കാറുകളായിരുന്നു. 2021 വാങ്ങിയ ഈ കാറുകൾ 2022 പുതുക്കിയാണ് കിയ ലിമൂസിനിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കറുത്ത കിയ കാറുകൾ വന്നത്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ കറുത്ത നിറത്തിൽ ഉള്ളതാകണം എന്നാണ് സുരക്ഷാപരമായ ആവശ്യം. എന്തായാലും അടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വരില്ല എന്ന് ഉറപ്പായി. എന്നാൽ ഈ മാസം അവസാനം തന്നെ ആ കറുത്ത കാറുകൾ എന്തായാലും എത്തും. വീണ്ടും ഒരു കേരള പര്യടനത്തിന്.